എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നല്ലൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഭംഗിയാക്കി വെക്കാനും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു നിറം കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. ആർക്കും മുഖമൊക്കെ ഒന്ന് ഭംഗി ആയിട്ടിരിക്കാൻ ഇഷ്ടമല്ലാത്തതല്ലേ? എല്ലാവരുടെയും മുഖമൊക്കെ ഒന്ന് ഭംഗിയായിട്ടിരിക്കട്ടെ. നിങ്ങൾ ചിലവൊന്നുമില്ല, നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഇതൊരു ഉപകാരമാവട്ടെ. കാരണം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സംഭവങ്ങളാണ്. നമുക്കിത് ചെയ്യാനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്ന വെച്ചാൽ അപ്പം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇന്ന സമയത്ത് ചെയ്യണം, ഇത്ര ഇങ്ങനെ പോലെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോൾ നമ്മൾ ഈ ടിപ്പൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഭംഗിയായിട്ടിരിക്കട്ടെ. ഫേസും കയ്യും കാലും ഒക്കെ നമുക്ക് ഭംഗിയാക്കി മാറ്റാം. നിറമൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് നിറമൊക്കെ കൂട്ടിയെടുക്കാനൊക്കെ പറ്റും. കാരണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചെങ്കിലും നമുക്ക് എത്ര നിറമില്ലാത്ത ആൾക്കാരാണെങ്കിലും കുറച്ച് നിറമെങ്കിലും വെക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ കാര്യം എടുത്താൽ തന്നെ ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലൂടെ പറയുന്നുണ്ട്, ഞാൻ അത്ര നിറമുള്ള ആളായിരുന്നില്ല. ഇങ്ങനെ ഓരോരോ ടിപ്പിലൂടെയാണ് ഞാൻ ഇത്രയെങ്കിലുമൊക്കെ നിറം ആക്കിയെടുത്തത് കേട്ടോ. സ്കിൻ ടോണൊക്കെ നമുക്ക് എങ്ങനെയായാലും മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ലുക്കും കാര്യവും എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. 40 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ കുറേ ഏജ്ഡായ മാതിരിയൊക്കെ ഉള്ള ആ ലുക്കൊക്കെ മാറ്റി നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് എന്തും മാറ്റാൻ പറ്റും. നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ശ്രമമാണ് നമ്മുടെ ലുക്കും നമ്മുടെ സ്കിന്നിൻ്റെ കളറും സ്കിന്നിൻ്റെ ബ്യൂട്ടിയും. അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടി തന്നെ നമ്മൾ മാറ്റിയെടുക്കുന്ന പോലെയാണ്. എല്ലാവർക്കും ജനിച്ച് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ ജനിച്ച് കഴിഞ്ഞ് കുറച്ച് കാലഘട്ടത്തിലൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചിലരൊക്കെ നല്ല ഭംഗിയിലും നല്ല നിറമൊക്കെ ആയിട്ടൊക്കെ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. കുറേ ആൾക്കാർ നിറം ജനിച്ചപ്പോൾ നല്ല നിറം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾ നിറമൊക്കെ മാറി നമ്മൾ കുറച്ച് ഇരുണ്ട നിറമൊക്കെ ആയിട്ട് മാറാറുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് വീണ്ടും മാറ്റിയെടുക്കാം. നമ്മളിതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പരീക്ഷിക്കണം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചിലവും കൂടെ ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും ആർക്കും ചെയ്തുകൂടെ? നമ്മുടെ അടുക്കളയിൽ നമുക്ക് എന്തായാലും ചില സാധനങ്ങൾ നമുക്കില്ലാതെ നമുക്ക് പറ്റില്ല. അത്തരം സാധനങ്ങളൊക്കെ അടുക്കളയിൽ ഉണ്ടാകുമ്പോൾ അതിന്ന് ഒരു സ്പൂണ് അത്രയും കളവേ നമുക്ക് എല്ലാതും വേണ്ടു. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല സ്കിന്നിന് നല്ല നിറവും നല്ല ഗ്ലോയും നമ്മുടെ ഫേസിൻ്റെ രൂപം തന്നെ പറഞ്ഞ പോലെ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞില്ലേ, താടിയൊക്കെ ഇവിടെ നന്നായി കൂർത്തിരിക്കും, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ നന്നായി മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള കുറച്ച് ആ കൂർപ്പൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ട് നമ്മളുടെ ഇവിടെയൊക്കെ ഒരു പരപ്പ് വരും. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ചെറിയ ഷേപ്പിൽ മാറ്റം വന്നില്ലേ? അപ്പം അങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതൊക്കെ കുറേ ദിവസം നമ്മളിവിടെ അങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ഇങ്ങനെ ഒന്തി കൂർത്തൊക്കെ ഇരിക്കുന്ന ഈ താടിയുടെ ഈ ഫേസൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതൊക്കെ ഈ മസാജ് കൂടെയും പിന്നെ നമ്മുടെ ഫേസ് എക്സസൈസ് കൂടെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് കൂടെ വരൂ. നിങ്ങൾക്കും തീർച്ചയായിട്ടും നല്ല ഒരു തിളക്കമുള്ള സ്കിന്നും നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കണം അതുപോലെയൊക്കെ ഒരു ബ്യൂട്ടിയിലൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പം ഞാൻ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ബ്യൂട്ടി ടിപ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്ത് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളൊക്കെ നിങ്ങളോടും ഷെയർ ചെയ്യാം. നിങ്ങൾക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവട്ടെ. ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും നമ്മുടെ വരുതിയിലാക്കാം. അത് തന്നെയാണ് ഇതിൻ്റെ കാര്യം. നമ്മളിത് വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ദിവസം ചെയ്തു പിന്നെ ചെയ്യാനേ പോയില്ല വെച്ചെങ്കിൽ ഒരിക്കലും റിസൾട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുക എങ്ങനെയാണ് ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് തൈരും കൂടെ ചേർക്കണുണ്ട്. അപ്പോൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, തൈര്, പിന്നെ തേന്. ഇതാണ് ഇന്നത്തെ ഫേഷ്യൽ. കൊറിയൻ ഫേഷ്യൽ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് കഞ്ഞിവെള്ളം ആയതുകൊണ്ട് നിങ്ങൾക്ക് അതങ്ങനെ കാണാൻ മറ്റേ ഫേഷ്യലിൻ്റെ മാതിരി അങ്ങനെ ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തിളക്കം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും.
അപ്പം നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നന്നായി മസാജ് ചെയ്തോളും, ചുണ്ടനും ഒക്കെ തേച്ചോളും. നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കിത് കഴുകി കളയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതുപോലുള്ള ടിപ്പുകളൊക്കെ നമ്മൾ ആഴ്ചയിലൊരു 3-4 പ്രാവശ്യമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്തരം ടിപ്പുകളൊക്കെ ദിവസവും ചെയ്യുക. ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല, നമുക്ക് ദിവസവും ചെയ്യാൻ പറ്റും. ഇത്ര സാധനം നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവില്ല. ഈ 3 സാധനം, ഈ തൈരില്ലെങ്കിൽ തേനും ഇത് രണ്ടും ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തൈരൊക്കെ നല്ല സ്കിന്നിന് ഗ്ലോ തരുന്ന സംഭവമാണ്. നമ്മുടെ സ്കിന്ന് നിറം വെപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് തൈര്. കഞ്ഞിവെള്ളമൊക്കെ നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടിലും ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് കൊറിയൻ ഫേഷ്യൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ കൊറിയക്കാരുടെ ഫേസ് ഇപ്പോൾ മൊബൈൽ ഫോണിലൂടെയും അല്ലെങ്കിൽ നമ്മൾ അവരുടെ പിക്ചറൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവരുടെയൊക്കെ സ്കിന്ന് നല്ല ഗ്ലാസ് പോലെ ഇരിക്കും, നല്ല തിളങ്ങി ഇങ്ങനെ ഇരിക്കും അവരുടെ സ്കിന്ന്. അതുകൊണ്ടാണ് അവരൊക്കെ കഞ്ഞിവെള്ളം അവരുടെ വീട്ടിൽ ഇല്ലെങ്കിലും കൂടി അവർ ഓർഡർ ചെയ്തിട്ടൊക്കെയാണ് അവരിപ്പോൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത്. അതല്ല ഇപ്പോൾ ഈ കൊറിയൻ ഫേഷ്യലിനൊക്കെ ഇത്രയും ഡിമാൻഡ് വന്നത് നല്ല എഫക്റ്റ് ഉണ്ടായിട്ടല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കും. ഒന്നാമത് നമ്മുടെ വീട്ടിലൊക്കെ കഞ്ഞിവെള്ളം ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം അവിടെ എടുത്ത് വയ്ക്കുക. തലേ ദിവസത്തെ പിറ്റേ ദിവസം നമുക്കിതെടുത്ത് ഉപയോഗിക്കാം. അപ്പോഴേക്ക് നന്നായി പുളിച്ച് വന്നിട്ടുണ്ടാവും, തിക്കായി വന്നിട്ടൊക്കെ ഉണ്ടാവും. കണ്ടു, ഇടുമ്പോൾ തന്നെ നോക്കൂ നിങ്ങളൊരു തിളക്കം ഇങ്ങനെ ഫീൽ ചെയ്യണത്. അപ്പോൾ കുറച്ച് ദിവസം ഇത് സ്ഥിരമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ സ്കിന്ന് അല്ലേ? തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. നല്ല തിളക്കം കിട്ടും, സോഫ്റ്റ് ആയിരിക്കും, ഗ്ലൈസിങ്ങും ഉണ്ടായിരിക്കും. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു തിളക്കം അങ്ങനെ വരും. നമ്മുടെ ഉള്ള നിറം പിന്നീട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിനുള്ള ശേഷമുള്ള നിറം കൂടിയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് നല്ല മാറ്റം തന്നെ ആയിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഇതുപോലുള്ള പാക്കുകളൊക്കെ ഉണ്ടാക്കി അപ്ലൈ ചെയ്യും. നല്ലൊരു സുന്ദരമായ സ്കിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഗ്ലോവിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നല്ല നിറത്തോടു കൂടി നല്ല തിളക്കത്തോട് കൂടിയിട്ടുള്ള ഒരു സ്കിൻ തന്നെ നമുക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഫേസൊക്കെ നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തിളക്കമൊക്കെ തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. നല്ല മാറ്റം തന്നെ കേട്ടോ. എന്താ സ്മൂത്ത് ഉണ്ട്. ഇവിടെയൊക്കെ ശരിക്കും ആ ഗ്ലൈസിങ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മുടെ റിസൾട്ട്? അപ്പം എല്ലാവരും ഇത് ഫോളോ ചെയ്യും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക.